ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ. ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് കോഴ്സ് ഫോർ ബിഗിനേഴ്സ് എന്ന ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വലിയ വലിച്ചു നീട്ടലുകളില്ലാതെ എൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. തികച്ചും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ ഏതൊരു ബിഗിനേഴ്സിനും സ്വന്തമായിട്ട് ഒരു കോൺഫിഡൻസോട് കൂടി ഒരു ട്രേഡ് എടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ട്രേഡ് ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. സ്കില്ല് അച്ചീവ് ചെയ്തെടുക്കാൻ മാത്രമാണ് കഴിയുന്നത്, ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഈ ഒരു കോഴ്സ് നിങ്ങൾക്കത് അച്ചീവ് ചെയ്യേണ്ട വഴികളെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്താണ് ട്രേഡിംഗ് കൊണ്ട് മീൻ ചെയ്യുന്നതെന്ന് നോക്കാം. രണ്ട് വ്യക്തികൾ തമ്മിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ തമ്മിലോ കൈമാറ്റം നടത്തുന്നതിനെയാണ് നമ്മൾ ട്രേഡിംഗ് എന്ന് പൊതുവെ പറയുന്നത്. അതുപോലെ ക്രിപ്റ്റോ കറൻസികൾ കൈമാറ്റം നടത്തുന്നതിനെ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് എന്ന് പറയുന്നു. ട്രേഡിംഗ് നടക്കുന്ന സ്ഥലത്തെ നമ്മൾ മാർക്കറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് നടക്കുന്നത് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് എന്ന് നമ്മൾ പറയുന്നു. ഈ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ ട്രേഡിംഗ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വ്യക്തികളും രണ്ട് ചിന്താഗതിയുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ട്രാൻസാക്ഷനാണ് സത്യത്തിൽ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലളിതമായി മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. വിനുവും ശരത്തും ക്രിപ്റ്റോ കറൻസി ട്രേഡ് ചെയ്യുന്നവരാണ്. മാർക്കറ്റിൽ ബിറ്റ്കോയിൻ എൽ സാൽവാദോർ എന്ന രാജ്യം അവരുടെ ഒഫീഷ്യൽ കറൻസിയായി പ്രഖ്യാപിച്ചു എന്നൊരു ന്യൂസ് വരുന്നു. വിനു ഈ വാർത്തയെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം അദ്ദേഹം ചിന്തിക്കുന്നത് ഭാവിയിൽ ഇതുപോലെ മറ്റ് രാജ്യങ്ങളും അവരുടെ ഒഫീഷ്യൽ കറൻസിയായി ക്രിപ്റ്റോ കറൻസിയെ ആഡ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് ഇപ്പോൾ ബിറ്റ്കോയിൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഉയർന്ന വിലയിൽ ഇത് വിൽക്കാൻ കഴിയും എന്നും അദ്ദേഹം കരുതുന്നു. എന്നാൽ അതേസമയം ശരത്ത് ചിന്തിക്കുന്നത് ബിറ്റ്കോയിൻ ഓൾറെഡി 90% മുകളിൽ പമ്പായി വില വർദ്ധിച്ചു നിൽക്കുകയാണ്. അതായത് പ്രീവിയസ് ആയിട്ട് ഉണ്ടായിരുന്ന ഓൾ ടൈം ഹൈയിനേക്കാൾ 90% മുകളിലാണ് നിലവിലെ പ്രൈസ് എന്ന് അദ്ദേഹം കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത വലിയ രീതിയിലൊന്നും മാർക്കറ്റിനെ ബാധിക്കാൻ പോകുന്നില്ലെന്നും മാർക്കറ്റ് ഉടനെ തന്നെ മാർക്കറ്റിലൊരു ഒരു ക്രാഷ് ഉണ്ടാകുമെന്നും അദ്ദേഹം കരുതുന്നു. സോ അതുകൊണ്ട് ശരത്ത് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റിൽ നിന്നും ഇറങ്ങുവാൻ വേണ്ടി അതിനായി ഒരു സെൽ ഓർഡർ, ഒരു എക്സ്ചേഞ്ച് മുഖേന സെൽ ഓർഡർ ഇടുന്നു. എന്നാൽ വിനു ചിന്തിക്കുന്നത് തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള രണ്ട് ചിന്താഗതിയുള്ള ആളുകൾ നടത്തുന്ന ഓർഡേഴ്സ് മാച്ച് ആകുമ്പോഴാണ് ഒരു ട്രേഡ് നടക്കുന്നത്. അപ്പോൾ വിനു ഒരു ഓർഡർ ഇട്ടു. എന്താണ് ഓർഡർ ഇട്ടിരിക്കുന്നത്? നിലവിലെ വിലയിൽ ബിറ്റ്കോയിൻ വാങ്ങാനായിട്ട് ഒരു ഓർഡർ ഇട്ടു. എന്നാൽ ശരത്ത് ഓർഡർ ഇട്ടിരിക്കുന്നത് നിലവിലെ വിലയിൽ ബിറ്റ്കോയിൻ വിൽക്കുക. ഈ ഓർഡർ മാച്ച് ആകുമ്പോഴാണ് ഒരു ട്രേഡ് നടക്കുന്നത്. എല്ലാ ട്രേഡ്സും ഇതുപോലെയാണ് നടക്കുന്നത്. ഇങ്ങനെ വാങ്ങുന്ന ട്രേഡ്സ് ആ വ്യക്തി എത്ര നാൾ ഹോൾഡ് ചെയ്യുന്നു എന്നതിനെ അനുസരിച്ച് അതിനെ നമ്മൾ ലോങ് ടൈം ട്രേഡെന്നും ഷോർട്ട് ടൈം ട്രേഡെന്നും തരംതിരിക്കുന്നു. എങ്ങനെയാണ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അതിനു മുമ്പ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 4 ട്രേഡിംഗ് സ്റ്റൈലിനെ പറ്റിയിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് സ്കാൽപ്പിംഗ്, 2 ഡേ ട്രേഡിംഗ്, 3 സ്വിംഗ് ട്രേഡിംഗ്, 4 പൊസിഷൻ ട്രേഡിംഗ്. എന്താണ് സ്കാൽപ്പിംഗ്? ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഷോർട്ട് ടൈം ട്രേഡുകളാണ് ഇത്. ഈ ട്രേഡിനായി തിരഞ്ഞെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏതാനും സെക്കൻഡുകൾ മുതൽ ഏതാനും മിനിറ്റുകൾ വരെ മാത്രമാണ്. അതിനുള്ളിൽ തന്നെ പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ആവുക എന്നതാണ് ഈ ഒരു ട്രേഡിംഗ് മെത്തേഡിലൂടെ ചെയ്യുന്നത്. ഡേ ട്രേഡിംഗ് ഒരു ദിവസം തന്നെ ക്രിപ്റ്റോ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ട്രേഡിനായി തിരഞ്ഞെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏതാനും മിനിറ്റുകൾ മുതൽ മണിക്കൂറുകൾ വരെയാണ് നമ്മളിതിൽ ട്രേഡിങ്ങിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അടുത്തത് സ്വിംഗ് ട്രേഡിംഗ്. ഒരു ക്രിപ്റ്റോ കറൻസി വാങ്ങിയതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ മുതൽ ആഴ്ചകൾ വരെ ഹോൾഡ് ചെയ്യുകയും അതിൽ നിന്നും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുകയും എക്സിറ്റ് ആവുകയും ചെയ്യുന്ന രീതി. സാധാരണ ഒരു ജോലി ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു ഓഫീസ് ജോലിയുള്ള ആളുകൾ കണ്ടിന്യൂ ആയിട്ട് എല്ലാ ദിവസവും വർക്കുള്ള ആളുകളൊക്കെ ട്രേഡ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു മെത്തേഡാണ് സ്വിംഗ് ട്രേഡിംഗ്. കാരണം ഇതിൽ നമുക്ക് നമ്മുടെ ട്രേഡ് ദിവസങ്ങളോ ആഴ്ചകളിലേക്കോ നീണ്ടു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് നേരവും മാർക്കറ്റ് നോക്കി നിൽക്കേണ്ടതായിട്ടില്ല. ടാർഗറ്റ് ഏരിയാസ് സെറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്നും മറ്റ് ജോലികളിലേക്ക് പോകാം. കൂടുതൽ ടെൻഷൻ അനുഭവിക്കേണ്ടതായിട്ടില്ല. എന്ന് വെച്ചാൽ ഇതിൽ റിസ്ക് ഇല്ല എന്നല്ല. ലാസ്റ്റ് മെത്തേഡാണ് പൊസിഷൻ ട്രേഡിംഗ്. ഏതാനും ആഴ്ചകൾ മുതൽ മാസങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന ട്രേഡിംഗ് രീതിയാണിത്. എന്താണ്
ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം. ഒരു ഇൻവെസ്റ്റർ എന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം. ഒരു ഇൻവെസ്റ്റർ ഒരു ലോങ് ടൈമിലേക്കാണ് ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഏകദേശം 1 വർഷം മുതൽ 3 വർഷം വരെയൊക്കെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിക്ഷേപം നടത്താനായിട്ട് അദ്ദേഹം ആ കോയിൻ്റെ FA ഫണ്ടമെൻ്റൽ അനലൈസ് നടത്തുന്നു. ഇതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ ആ കോയിൻ്റെ സ്ഥിതി എന്താണ്, കഴിഞ്ഞ വർഷങ്ങളിലെ ആ കോയിൻ്റെ പെർഫോമൻസ്, ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ആ കോയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്സ്, എന്തെങ്കിലും കോയിൻ അൺലോക്കോ അതിൻ്റെ ഡീറ്റെയിൽസ്, സപ്ലൈ, റോഡ് മാപ്പ്, വൈറ്റ് പേപ്പർ ഇവയെല്ലാം അനലൈസ് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫണ്ടമെൻ്റൽ അനലൈസ് നടത്താനായിട്ട് സഹായിക്കുന്ന ഒരു വെബ്സൈറ്റാണ് കോയിൻ മാർക്കറ്റ് ക്യാപ്പ്. ഇതിൽ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന, നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇതിൽ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കോയിൻ്റെ പേര് ഇവിടെ സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു എതേറിയം എന്നുള്ള കോയിനിലാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ആ കോയിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഇവിടെ കിട്ടും. ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആ കോയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആ കോയിൻ്റെ വൈറ്റ് പേപ്പർ ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ആ കോയിൻ്റെ വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് ആ ഒരു കോയിൻ എന്തിനു വേണ്ടിയാണ് അവർ കൊണ്ടുവരുന്നതെന്നും ഭാവിയിൽ എന്തെല്ലാമാണ് ആ കോയിനുകളിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്നും വ്യക്തമായ കാര്യങ്ങളെല്ലാം തന്നെ വൈറ്റ് പേപ്പറിൽ നിന്നും നമുക്ക് ലഭ്യമാണ്. ഇവിടെ നിന്ന് തന്നെ ആ കോയിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലെ പെർഫോമൻസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും, ചാർട്ട്സ്. അതുപോലെ തന്നെ ആ കോയിൻ്റെ ഓൾ ടൈം ഹൈ, ഓൾ ടൈം ലോ, നിലവിൽ ആ കോയിൻ അവൈലബിൾ ആയിട്ടുള്ള എക്സ്ചേഞ്ച് ഡീറ്റെയിൽസ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ ന്യൂസുകൾ, കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വെബ്സൈറ്റ് മുഖേന നിങ്ങൾക്ക് അറിയാനായിട്ട് സഹായിക്കും. ഇനി ട്രേഡേഴ്സ് ചെയ്യുന്നതെന്ന് പറയുന്നത് ചെറിയ ഒരു ടൈം ഫ്രെയിമിൽ നിക്ഷേപം നടത്തി ലാഭമെടുത്ത് എക്സിറ്റ് ആവുകയാണ് ഇവരുടെ ഒരു രീതി. ഇവർ കോയിൻ്റെ പ്രൈസിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. പ്രൈസിനെ ബിഹേവ് ചെയ്ത് അനുസരിച്ചാണ് ഇവർ ട്രേഡ് എടുക്കുന്നത്. ഇതിനെ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇവർ നടത്തുന്നത്, ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഫണ്ടമെൻ്റൽ അനലൈസ് നടത്തുന്ന പോലെ ഇവർ നടത്തുന്നത് TA ആണ്, ടെക്നിക്കൽ അനലൈസ്. എന്താണ് TA എന്ന് നമുക്ക് നോക്കാം. ഹിസ്റ്റോറിക്കൽ പ്രൈസ് മൂവ്മെൻറ്റിനെ അടിസ്ഥാനത്തിൽ ഫ്യൂച്ചറിൽ വില പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് സത്യത്തിൽ TA എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ കാലയളവിൽ കോയിനുകളിൽ ഉണ്ടായിട്ടുള്ള വിലയിലെ മൂവ്മെൻറ്റ് മാറ്റങ്ങൾ വിലയിരുത്തി വരാൻ പോകുന്ന വിലയെ കണക്കാക്കുന്ന ഒരു രീതി. ഇതിനായിട്ട് ഇവർ പാറ്റേൺസ്, ട്രെൻഡ് ഒക്കെ കണ്ടെത്തി പ്രൈസ് ആക്ഷൻ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നു. എന്താണ് പ്രൈസ് ആക്ഷൻ എന്ന് നമുക്ക് നോക്കാം. കാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ വിലകളെ, മൂവ്മെൻറ്റുകളെ മനസ്സിലാക്കി ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു ക്യാൻഡിലിനെ പറ്റി നോക്കാം. ബിയറിഷ് ആൻഡ് ബുള്ളിഷ് 2 ക്യാൻഡിൽസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിലെ ബിയറിഷ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് ഇവിടെയാണ്, ക്ലോസിംഗ് വരുന്നത് ഇത്. ഈ ഒരു ഏരിയയെ നമ്മൾ ബോഡി എന്ന് പറയുന്നു. അതിൻ്റെ ഏറ്റവും കുറഞ്ഞ ലോ ആണ് ഈ ഒരു ലോ എന്ന് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടിയ പ്രൈസാണ് ഇവിടെ ഹൈ എന്ന് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയയെ നമ്മൾ എന്ത് പറയുന്നു, അപ്പർ ഷാഡോ എന്നും താഴെയുള്ള ഈ ഒരു ലൈനെ നമ്മൾ ലോവർ ഷാഡോ എന്നും പറയുന്നു. പലരും അതിനെ വിക്ക് എന്നും പറയാറുണ്ട്. ബുള്ളിഷ് ക്യാൻഡലിലേക്ക് നോക്കിയാൽ നമ്മുടെ ഓപ്പണിങ് ഇവിടെ നിന്നും ക്ലോസിങ് ഇവിടെയാണ്, ഹൈ പ്രൈസ് ഇവിടെ, ലോ പ്രൈസ് ഇവിടെയാണ്. ട്രേഡേഴ്സ് ഇങ്ങനെയുള്ള ചാർട്ടുകളിലെ പാറ്റേൺസ്, അതുപോലെ തന്നെ ബ്രേക്ക് ഔട്ട് എന്നിവ കണ്ടുപിടിച്ച് ട്രേഡ്സ് നടത്തുന്നു. ട്രെൻഡ് പാറ്റേൺസ്, വില പ്രത്യേക ദിശയിൽ കുറച്ചധികം സമയം തുടരുന്നതിനെയാണ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനിവിടെ നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ട്രെൻഡ് പാറ്റേൺസ് എന്താണെന്ന് നോക്കാം. വില പ്രത്യേക ദിശയിൽ കുറച്ചധികം സമയം തുടരുന്നതിനെ നമ്മൾ ട്രെൻഡ് എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു രീതിയിൽ കുറച്ചധികം മാർക്കറ്റിൽ ഇത് മൂവ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രേക്ക് ഔട്ട്, അതായത് നിലവിലെ ഈ ഒരു ട്രെൻഡിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ക്യാൻഡിൽ ക്ലോസ് ആവുന്നതിനെയാണ് നമ്മൾ
ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത്. അതായത് നിലവിലെ ആ ട്രെൻഡ് അവസാനിപ്പിച്ച് പുതിയൊരു രീതിയിലേക്ക് മാർക്കറ്റ് മൂവ് ആവുന്നു. അപ്പോൾ ട്രേഡേഴ്സ് ഇവിടെയെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നു. ട്രേഡേഴ്സ് എപ്പോഴും അവരുടെ ട്രെൻഡിനെ, പാറ്റേണിനെ, പ്രൈസിനെ മാത്രം അടിസ്ഥാനത്തിലാണ് ട്രേഡ് എടുക്കുന്നത്. ഒരുപാട് തരത്തിലുള്ള ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് ഉണ്ട്. അതിൽ കൂടുതലായ ആളുകൾ വിലയിരുത്തുന്ന പാറ്റേണിനെ കുറിച്ച് നമ്മളുടെ ഇതേ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. ശരിയായി ചെയ്യാൻ ഏറെ നാളത്തെ പരിശ്രമം ആവശ്യമാണ്. അതിനാൽ നമ്മൾ എപ്പോഴും പേപ്പർ ട്രേഡിംഗ് ചെയ്ത് നമ്മുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം റിയൽ മണി കൊണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്.